Morning, my dear students. Okay, അപ്പോൾ നമ്മൾ HCF ആൻഡ് LCM കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിലുള്ള വേർഡ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, വേർഡ് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് LCM ആണോ HCF വെച്ചാണോ ചെയ്യേണ്ടതെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ള ഒരു മെത്തേഡ് പറഞ്ഞുതരാം. മാക്സിമം വാല്യൂ കാണാൻ പറഞ്ഞാൽ HCF ആണ്. മാക്സിമം വാല്യൂ ഫൈൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും മാക്സിമം വാല്യൂ എന്ന് കണ്ടാൽ അത് HCF കാണുക. മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ അതെന്താണ്, LCM കാണുക. അത്രയും മാത്രമേ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കുക. നമ്മുടെ വേർഡ് പ്രോബ്ലം ചെയ്യുമ്പോൾ എവിടെയെങ്കിലും മാക്സിമം മിനിമം എന്ന് കണ്ടാൽ HCF ആണോ LCM ആണോ എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീച്ചർ ഒന്ന് റീഡ് ചെയ്യാം. Renu purchased 2 bags of fertilizer of weight 75 kg and 69 kg. Find the maximum. കണ്ടോ, മാക്സിമം. ക്വസ്റ്റ്യൻ എന്താണ്? Renu purchased 2 bags of fertilizer of weight 75 kg and 69 kilogram. Find the maximum value of weight which can measure the weight of the fertilizer exact number of times. അപ്പോൾ maximum value of weight എന്ന് പറയുന്നത് which can measure the given weight അല്ലേ, which can measure the given exact number of times. exact number of times ആണ്. അപ്പോൾ എന്താണ് നമ്മൾ കാണേണ്ടത്? മാക്സിമം HCF ആണ്. exact number of times ആണ്. exact number of times ആണ്. അപ്പോൾ അതെന്താണ്? HCF ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം 75-നെയും 69-ൻ്റെയും എന്ത് ചെയ്യണം? എന്താണ്, ഹയസ്റ്റ് കോമൺ ഫാക്ടേഴ്സ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡ് ഏതാണ്? നമുക്ക് വേണമെങ്കിൽ 75-ൻ്റെ ഫാക്ടേഴ്സ് എഴുതി കണ്ടുപിടിക്കാം അല്ലേ. രണ്ട് മെത്തേഡും ടീച്ചറൂടെ എഴുതാം. ഫാക്ടേഴ്സ് ഓഫ് 75-ൻ്റെ ഫാക്ടേഴ്സ് എഴുതുന്നു. 75-ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 × 75 ആണ് 77. 2-ൻ്റെ ടേബിളിലില്ല, 3-ൻ്റെ ടേബിളിലുണ്ട്. 3 അപ്പോൾ 75-നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 2 × 6 1 5 5. 3 × 25 ആണ്. 4-ൻ്റെ ടേബിളിലില്ല. പിന്നെ ഏതിലുണ്ട്? 5-ൻ്റെ ടേബിളിൽ കാണും അല്ലേ. 5-ൻ്റെ ടേബിളിൽ 5 × 15 ആണ്. പിന്നെ ഏതിലുണ്ട്? ഇത്രയല്ലേ ഉള്ളൂ. 5 × 15 ആണ് 25 നമ്മൾ എഴുതി. ഓക്കെ, 1 ഒരു ഫാക്ടറാണ്, 3 ഒരു ഫാക്ടറാണ്, 5 15 25 ആൻഡ് 75. ഓക്കെ, അപ്പോൾ അത് എഴുതി കഴിഞ്ഞു. അടുത്ത ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് ആരുടേത് കാണണം? 69-ൻ്റെ ഫാക്ടേഴ്സ് കാണുന്നു. 69-ൻ്റെ ഫാക്ടേഴ്സ് 1 × 69 ആണ് 69. പിന്നെ 3 × 23 ആണ് 69. 3 × 23 69 ആണ്. പിന്നെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ 1 3 23 69. ഇതിൽ ഹയസ്റ്റ് ഇനി കോമൺ ഫാക്ടേഴ്സ് എഴുതും അല്ലേ. കോമൺ ഫാക്ടർ 1 3. 1 ഒരു കോമൺ ഫാക്ടറാണ്, 3 ഉണ്ട്. 1 3 മാത്രമേ ഉള്ളൂ. അതിൽ HCF എന്ന് പറയുന്ന ആരാണ്? 3 ആണ് കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നത്. ആരാണ്? 3 ആണ് കോമൺ ഫാക്ടർ. ഈ ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു അല്ലേ. ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ഏതാണോ ഈസി ആയിട്ട് വരുന്നത് അതാണ് ചെയ്യാൻ പറഞ്ഞേക്കണം. അപ്പോൾ രണ്ട് മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫാക്ടേഴ്സ് കോമൺ എടുത്ത് ചെയ്യുന്ന മെത്തേഡും പഠിച്ചിട്ടുണ്ട്. നമ്മൾ അല്ലാതെ HCF കാണാൻ വേറൊരു മെത്തേഡ് ടീച്ചർ പറഞ്ഞു തരുന്നത് അല്ലേ. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് പഠിച്ചിട്ടില്ലേ? പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് നമുക്ക് നോക്കാം. 75-ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യുന്നു. 3 എന്ന് പറയുന്ന നമ്പർ കൊണ്ടേ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എത്ര ടൈംസ് ആണ്? 2 ടൈംസ് 5 ടൈംസ്. വീണ്ടും 3 കൊണ്ട് ചെയ്യത്തില്ല, 5 കൊണ്ട് ചെയ്യുന്നു. 5 കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് 25 ആണ്. വീണ്ടും 5 കൊണ്ട് ചെയ്യുന്നു 1 ടൈംസ്. അപ്പോൾ 75 എന്ന് പറയുന്നത് 3 × 5 × 5 ആണ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി 69-ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. 69 ചെയ്യുന്നു 3 കൊണ്ട് തന്നെ ചെയ്യുന്നു. 23 ആണ്. 23 എന്ന് പറയുന്ന പ്രൈം നമ്പർ ആണ്. ഇനി അതിൽ വേറെ ഒന്നിനും പോകത്തില്ല, 1 ടൈംസ്. അപ്പോൾ 69 എന്ന് പറയുന്നത് 3 × 23 ആണ് അല്ലേ. 3 × 23 ആണ്. ഇനി HCF എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? അന്ന് പറഞ്ഞു തന്നായിരുന്നു. എങ്ങനെയാണ് HCF? ഇതിൽ HCF എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ രണ്ടിലും ഉള്ളതല്ലേ. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ കോമൺ HCF ആയിട്ട് എടുക്കുന്നത് ഏതാണ്? ഇതിൽ കോമൺ ആയിട്ടുള്ളത് അല്ലേ. ആരാണുള്ളത്?
3 എന്ന് പറയുന്ന നമ്പറാണ് HCF. HCF എന്ന് പറയുന്ന ആരാണ്? 3 ആണ് HCF. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ മെത്തേഡ് യൂസ് ചെയ്യുക. ടീച്ചർ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരുന്നത്? റീനു എന്ന് പറയുന്ന ആൾ പർച്ചേസ് ചെയ്തു അല്ലേ, 2 ബാഗ്സ് പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്തതിൽ ഒരെണ്ണം 75ഉം ഒരെണ്ണം 69ഉം ആയിരുന്നു. അതിൽ മാക്സിമം ആണ് നമ്മളടുത്ത് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. മാക്സിമം ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? HCF ആണ്. അത് വെച്ച് നമ്മൾ ആ 2 നമ്പറിൻ്റെ HCF കണ്ടുപിടിച്ചപ്പോൾ 3 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ദ റിക്വയർഡ് മാക്സിമം വാല്യൂ ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 3 കിലോഗ്രാം. റിക്വയർഡ് മാക്സിമം വാല്യൂ ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് 3 കിലോഗ്രാം. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 3 boys step off together from the same spot. Their steps measure 63 centimeter. 63 centimeter. അടുത്തത് 70 centimeter. 77 centimeter. 77 centimeter റെസ്പെക്റ്റീവ്ലി. വാട്ട് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ്? ഉണ്ടോ? മിനിമം എന്ന് കണ്ട LCM ആണ് കേട്ടോ. മാക്സിമം HCF, മിനിമം എന്ന് കണ്ട LCM. ഷുഡ് കവർ സോ ദാറ്റ് ഓൾ ക്യാൻ കവർ ദ ഡിസ്റ്റൻസ് കംപ്ലീറ്റ് സ്റ്റെപ്പ്. മിനിമം എത്ര ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈച്ച് ഷുഡ് അവർ ബാക്കി ചെയ്തത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് മെഷേഴ്സ് ആണ് അല്ലേ. ലീസ്റ്റ് മിനിമം എന്ന് കണ്ടാൽ അപ്പോഴേ ലീസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? LCM എടുക്കുന്നു അല്ലേ. 63, 70, 77 എന്ത് എടുക്കുന്നു? LCM എടുക്കുന്നു. നമ്മളിങ്ങനെയല്ലേ പഠിച്ചത്. അപ്പോൾ 3-ലും കോമൺ ആയിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ അതൊന്നും അറിയാൻ വയ്യ. അതുകൊണ്ട് നമുക്ക് ആദ്യം 2 എടുക്കാം. 2 63-ൽ പോകത്തില്ല. ഇതിൽ 2 പോവും, 35 ആവും. ഇതിലും 2 പോകത്തില്ല. 77 അതുപോലെ എഴുതണം അല്ലേ. 2 പോവാത്തത് അതുപോലെ എഴുതുക. ദെൻ നമുക്ക് അടുത്ത പ്രൈം നമ്പറായ 3 കൊണ്ട് ചെയ്യുന്നു. 3 കൊണ്ട് ചെയ്യുമ്പോൾ 3-ൽ എത്ര പ്രാവശ്യം? 3-ൽ 21 ടൈംസ് അല്ലേ. 21 ടൈംസ്. 3-ൽ 35 പോകത്തില്ല, അതുപോലെ എഴുതി. 77ഉം പോകത്തില്ല, അതുപോലെ എഴുതി. അടുത്ത നമ്പർ നമുക്ക് 3-ൽ തന്നെ ചെയ്യാൻ കാര്യം 21 ഉള്ളത് കൊണ്ട് 3-ൽ ചെയ്യുമ്പോൾ 7 ടൈംസ് 21, 35ഉം 77ഉം അതുപോലെ എഴുതി അല്ലേ. ഇനി നമുക്ക് 35 ഉള്ളത് കൊണ്ട് അടുത്ത പ്രൈം നമ്പർ 5-ൽ ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ 7 അതുപോലെ എഴുതി. എത്ര ടൈംസ് ആണ് 35-ൽ? 5, 7 ടൈംസ് 77. ഇനി കോമൺ ആയിട്ട് 7 ഉണ്ട്. 7 എന്ന് പറയുന്ന പ്രൈം നമ്പർ കൊണ്ട് ഇനി ചെയ്യുന്നു. അപ്പോൾ 1, 1, 11 എന്ന് പറയുന്നു. ഇനി വീണ്ടും 11 എന്ന് പറയുന്ന പ്രൈം നമ്പറിലേ പോകുള്ളൂ. അപ്പോൾ എല്ലാം 1 ആയി. അപ്പോൾ LCM എന്ന് പറയുന്നത് ആരുടെയൊക്കെ LCM ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? 63, 70 ആൻഡ് 77 അല്ലേ. LCM ഓഫ് 63, 70 ആൻഡ് 77ന്റെ LCM എന്ന് പറയുന്നത് 2 × 3 × 3 × 5 × 7 × 11. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? LCM. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 2 × 3 6, 6 × 5 30, 30 × 3 6 × 5 30, 30 × 3 90, 90 × 11 99, ഒരു 0യും. ഇനി 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 = 6930 എന്ന് വരും. 6930. ഇതാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ നോക്കുക. ക്വസ്റ്റ്യൻ നമുക്ക് LCM ഉം HCF കണ്ടുപിടിക്കാനുള്ള പഠിച്ചാൽ മതി. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ലീസ്റ്റ് എന്ന് കണ്ടാൽ മാക്സിമം എന്ന് കണ്ടാൽ എന്ത് ചെയ്യുക? HCF എഴുതുക. വലുത് എന്ന് കണ്ടാൽ HCF എഴുതുക. എന്താണ് ലീസ്റ്റ് എന്ന് കണ്ടാൽ എക്സാക്റ്റ്, ലീസ്റ്റ് എന്നൊക്കെ കണ്ടാൽ LCM ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലെങ്ത് ബെർത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ റൂം ആർ 825 centimeter.
825, അടുത്തത് 675, അടുത്തത് 450. Respectively, find the longest tap which can measure the 3 dimension of the room exactly. And large എന്നൊക്കെ കണ്ട HCF ആണ്. അപ്പോൾ ഇനിയുള്ള ടീച്ചർ ചെയ്തു തരുന്നില്ല, ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾ പഠിക്കത്തുള്ളൂ. എല്ലാം ഞാൻ ചെയ്തു തന്ന ബോർഡിലിട്ടാൽ നിങ്ങൾ അതുപോലെ എഴുതിയെടുത്ത് പഠിക്കത്തല്ലേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾ സ്വയം ചെയ്യാൻ നോക്കത്തില്ല. അതുകൊണ്ട് ടീച്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേരം നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? ലോങ് എന്നാണ് അല്ലേ, ലോങ്ങസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ലോങ്ങസ്റ്റ് എന്നും മാക്സിമം, ലോങ്ങസ്റ്റ്, വലുത് എല്ലാം HCF കാണാനാണ് കേട്ടോ. അപ്പോൾ ഇത് ആരെ കാണാനാണ്? HCF കാണാനാണ്. ഇത് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് HCF കാണുന്നതാണ് ഈസി ആയിട്ട്. അല്ലാതെ അല്ലാതെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ കുറേ നമ്പറുകൾ വരും. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് HCF കാണണം കേട്ടോ. തനിയെ ചെയ്യണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിറ്റർമിൻ ദ സ്മാളസ്റ്റ് 3-digit നമ്പർ വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 6, 8, 12. 6, 8, 12 അതിൻ്റെ എക്സാക്ട്ലി ഡിവിസിബിൾ ആണ് ചോദിച്ചേക്കുന്നത്. എക്സാക്ട്ലി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. എക്സാക്ട്ലി, മിനിമം, എക്സാക്ട്ലി എന്നൊക്കെ കണ്ട എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചതിന് ശേഷം, അത് മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, അത് കണ്ടുപിടിച്ചതിന് ശേഷം ഡിറ്റർമിൻ ദ സ്മാളസ്റ്റ് 3-digit നമ്പർ. 3-digit നമ്പർ, സ്മാളസ്റ്റ് 3-digit നമ്പർ ഏതാണ്? സ്മാളസ്റ്റ് 3-digit നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. ആ 100നെ നമ്മൾക്ക് കണ്ടുപിടിച്ച എക്സാക്റ്റ് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്തിട്ട് എന്താണ്? ഡിറ്റർമിൻ ദ സ്മാളസ്റ്റ് 3-digit നമ്പർ വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 6, 8, 12. ആ നമ്പർ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ സ്മാളസ്റ്റ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചതിന് ശേഷം ആ നമ്പർ കൊണ്ട് ഇതിനെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടത്തില്ലേ? അത് പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത 24 കൊണ്ട് മൾട്ടിപ്ലൈ, ഏത് നമ്പർ കൂടെ ഈ നമ്പറാണ് ഏറ്റവും സ്മാളസ്റ്റ് 3-digit നമ്പർ എന്ന് കിട്ടുന്നത്. അപ്പോൾ അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് പൂർണ്ണമായും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്ത നമ്പർ ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ ആയിരിക്കും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡിറ്റർമിൻ ദ ഗ്രേറ്റസ്റ്റ് 3-digit നമ്പർ. ഇതേപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് 3-digit നമ്പറാണ്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് 3-digit നമ്പർ എന്ന് പറയുമ്പോൾ 999 ആണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന നമ്പറിൻ്റെ LCM കണ്ടുപിടിച്ചിട്ട് ആ നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനടുത്ത് നിൽക്കുന്ന 3-digit നമ്പർ ഏതാണെന്ന് ഫൈൻഡ് ചെയ്യുക. അടുത്ത നോക്കിയത് ട്രാഫിക് ലൈറ്റ് അറ്റ് 3 ഡിഫറെൻറ്റ് റോഡ് ക്രോസിംഗ് ചേഞ്ചസ് ആഫ്റ്റർ every 48 seconds, 72 seconds and 108 seconds respectively. If they change simultaneously at 7 AM, what the time will does change the simultaneously again? അപ്പോൾ എന്ത് ചെയ്യണം? LCM കണ്ടുപിടിച്ചാൽ പോരെ. The required time will be 48-ൻ്റെയും 72-ൻ്റെയും 108-ൻ്റെയും റിക്വയർഡ് ഇത് കണ്ടുപിടിക്കണം. LCM ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാൻ പറ്റും ഏതിനടുത്താണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ നമുക്കൊരു മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതണേ. തന്നിരിക്കുന്ന ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് സെക്കൻഡ്സിലായിരിക്കും കിട്ടുന്നത്. അതിനെ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ. 3 tankers contain 403 liter, 434 liter and 465 liter diesel respectively. Find the maximum. Maximum എന്ന് കണ്ടാൽ അപ്പോഴെന്ത് ചെയ്യണം? HCF കാണണം. കണ്ടുപിടിച്ചൂടെ? അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ലീസ്റ്റ് number which divided 6, 15 and 18. Leave the remainder 5. In which case? ഏത് കേസിലാണ് ഈ 6, 15, 18 എന്ന് പറയുന്നത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആവുന്ന? അതിൻ്റെ റിമൈൻഡർ എന്ത് കിട്ടണം? 5 കിട്ടണം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന നമ്പർ, ഈ 3 നമ്പറിൻ്റെയും എന്ത് കണ്ടുപിടിക്കുക? ഈ 3 നമ്പറിൻ്റെ LCM കണ്ടുപിടിച്ചിട്ട് അതിനോട് കൂടി നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി? 5 ആഡ് ചെയ്തെടുത്താൽ മതി. റിമൈൻഡർ 5 വരുന്നെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റിമൈൻഡർ ഇല്ലാതെ കിട്ടും. അതിനോട് 5 കൂടെ ആഡ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ആ നമ്പർ കിട്ടും കേട്ടോ. അടുത്തത് ഫൈൻഡ് ദ സ്മാളസ്റ്റ് 4-digit നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ. അത് കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്ത മെത്തേഡ് വെച്ച് ചെയ്യാം.
പിന്നെ LCM അടുത്ത 10ഉം 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 11 നമ്മൾ ചെയ്തതാണ് അല്ലേ, ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യാൻ പറഞ്ഞ ഹോംവർക്കാണ്. അപ്പോൾ അത് ചെയ്തല്ലോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ അവസാനിക്കും. അപ്പോൾ നിങ്ങൾ ഇത് എല്ലാ ഹോംവർക്കും ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അടുത്ത ക്ലാസ് ഒരു TP ഉണ്ടായിരിക്കും കേട്ടോ. ഈ ക്ലാസ്സിൻ്റെ അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്റർ പ്ലേയിങ് വിത്ത് നമ്പേഴ്സിൻ്റെ ഒരു TP ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ലതുപോലെ വേർഡ് പ്രോബ്ലം തനിയെ തന്നെ ചെയ്യാൻ നോക്കൂ. അതാണ് ടീച്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതേ ഉള്ളൂ. നിങ്ങൾ തനിയെ ചെയ്യാൻ നോക്കൂ. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് മാറ്റാം. അതുകൊണ്ട് തനിയെ ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ തനിയെ ചെയ്യുക കേട്ടോ. എല്ലാം ഞാൻ ചെയ്തു തരുന്ന വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കത്തില്ല. നിങ്ങൾ സ്വയം ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ തനിയെ ചെയ്ത് വന്നാൽ മാത്രമേ നിങ്ങൾ LCMഉം HCFഉം ഒക്കെ തറവാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അപ്പോൾ ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അതിന് മുമ്പായിട്ട് എല്ലാവരും എല്ലാം പഠിക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ ഒന്നുകൂടെ ആ വേർഡ് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, സീ യു അഗെയിൻ.